ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. നിഫ്റ്റി 25,842 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 25,842 ആൾമോസ്റ്റ് ഏകദേശം ലോകത്ത് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഒരു ബിയറിഷ് എൻട്രിക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു സെൽ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു ബൈ എൻട്രിക്കുള്ള പ്ലാൻ ഉള്ളത്. സോ 25,900 ഒരു സ്ട്രൈക്ക് റൈറ്റ്, 25,900 ഒരു പുട്ട് ഓപ്ഷൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. 2 ഡിസംബറിൻ്റെ. സോ ഇപ്പോൾ സമയം 9:12 മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വെറും 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ആണ്. ബാക്കിയുള്ള എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോഫിറ്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി 40,000 ആണ്. ഞാൻ 30,000 to 40,000 റുപ്പീസാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കാനാണ് പ്ലാനുള്ളത്. മാർക്കറ്റ് ഒരു ഈ ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു പക്ഷേ ഈ ഒരു ലെവലിൽ വന്നിട്ടായിരിക്കും താഴോട്ട് വരാനുള്ള സാധ്യത. അല്ലാതെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഈ ഒരു ലെവൽ വരെ വരാനും സാധ്യതയുണ്ട്. 25,700 ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഒരു എൻട്രി എടുക്കാനാണ് പ്ലാനുള്ളത്. സോ ലെറ്റ്സ് സി. ഹലോ ഫ്രണ്ട്സ്, ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിട്ടുള്ളത്. 25,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിട്ടുള്ളത്. 150 ക്വാണ്ടിറ്റി, ഒരു 75 ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫണ്ടില്ല. ഓക്കെ, സോ 150 ക്വാണ്ടിറ്റി, 75 ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ നോക്കുമ്പം ക്യാഷിൻ്റെ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 7,000 മാത്രമാണുള്ളത്. 32,000 യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 500 റുപ്പീസ് പ്രോഫിറ്റ്, 800,000 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ലെവല് കഴിഞ്ഞ ദിവസത്തെ ഹൈ, പ്രീവിയസ് ഡേ ഹൈ ക്രോസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് 500 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻട്രി എടുക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ബൈ ഓപ്ഷൻ, കോൾ ഓപ്ഷനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നമ്മളൊരു സെൽ എൻട്രി ആയിരിക്കും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ബയേഴ്സ് മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. നല്ല ഒരു ഗ്രീൻ ക്യാൻഡിലാണ് കണ്ടിട്ടുള്ളത്. സോ നമ്മൾ എന്താണോ മാർക്കറ്റ് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഏത് ഭാഗത്തേക്കാണോ സ്ട്രോങ് ആ ഭാഗത്തേക്ക് നിൽക്കുക എന്നുള്ളതാണ്. സോ ബയേഴ്സാണ് സ്ട്രോങ്. സോ ഈ ഒരു ലെവല് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യും. ഈ ഒരു ലെവലാണ് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ടാർഗറ്റ് അച്ചീവ് ആകാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് നോക്കാം. ഏകദേശം 700 റുപ്പീസ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഏകദേശം നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആവാനായിട്ടുണ്ട്. 2,000 സംതിങ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. ഏകദേശം 3,000 സംതിങ് പ്രോഫിറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ട്രേഡിൽ നമ്മൾ 3,000 സംതിങ് പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം
9:27 ഈ ഒരു പൊസിഷനിൽ എൻട്രി ചെയ്തിട്ടുള്ളത്. 214 പ്രൈസ്. 9:34 നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. 3000 സംതിങ് ആണ് പ്രോഫിറ്റ്. ഇതിനടുത്ത ചാർജ് എന്ന് പറയുന്നത് ജസ്റ്റ് 112 രൂപ മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ 3000 സംതിങ് നമ്മളുടെ ഇന്നത്തെ പ്രോഫിറ്റാണ്. സോ നമ്മൾ ഒരു ഡെയിലി വലിയൊരു 100% ഡെയിലി തന്നെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രശ്നം വരുന്നത്. സോ നമ്മളൊരു മന്ത്ലി 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു ടാർഗറ്റാണ്. സോ എല്ലാ ഓപ്ഷൻ ബയേഴ്സും ഡെയിലി തന്നെ 50%, 100% ഒക്കെ നോക്കുമ്പോഴാണ് വലിയ ലോസിലേക്ക് പോകുന്നത്. അവർക്കൊരിക്കലും പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ കഴിയുന്ന ചെറിയ ചെറിയ ടാർഗറ്റുകൾ, ചെറിയ പ്രോഫിറ്റുകൾ അച്ചീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഒരു ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു 100% നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 30 to 40% ആണ്. 30,000 to 40,000 റുപ്പീസാണ് ക്യാപിറ്റലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 33 സംതിങ് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഈ മാസത്തിൽ. സോ നമുക്കൊരു 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഓപ്ഷൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ. ഡെയിലി ഒരു ട്രേഡ് മാത്രം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മന്ത്ലി 100% പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തത് 236 ഇപ്പോൾ ഏകദേശം ആ റേഞ്ചിലാണുള്ളത്. ഇവിടെ ആയിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. സോ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തത് കൊണ്ടും ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടുമാണ് പെട്ടെന്ന് നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ കാരണം. ചിലപ്പോൾ ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു മൊമെൻറ്റം അപ്സൈഡിലേക്കാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണാം. അത് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമല്ല. നമ്മൾ ചെറിയൊരു പാർട്ട് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ബൈയിങ്ങിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. നമുക്ക് എല്ലാ മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ വലിയൊരു ലോസിലേക്ക് പോകുന്നത്. സോ ചെറിയ പാർട്ട് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മന്ത്ലി 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഡെയിലി ലൈവ് ട്രേഡിംഗ് വേണം. അതുപോലെ തന്നെ മാർക്കറ്റ് ഡെയിലി പ്രീ മാർക്കറ്റ് അനാലിസിസ്, പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമ്മൾ എല്ലാ ദിവസവും ലൈവ് ട്രേഡ് എടുത്തിട്ട് ഇടുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു, നന്ദി.